കണ്ടോ വന്നില്ലേ തിരിച്ചല്ലേ. നിങ്ങൾ കൊടൈക്കനാലിൽ നല്ല തണുപ്പ് പ്രതീക്ഷിച്ച് ഈ സമയത്ത് വരരുത്. കൊടൈക്കനാൽ തെരുവിലൂടെ ഞങ്ങൾ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് കൊടൈക്കനാലാണ്. കൊടൈക്കനാൽ വന്ന് സെക്കൻഡ് ഡേ ആണ് ഗൈസ്. ഇന്ന് ഞങ്ങൾ കുറച്ച് വെറൈറ്റി പ്ലേസിലേക്കാണ് ഉള്ളിലോട്ടുള്ള വെറൈറ്റി പ്ലേസിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. കൊടൈക്കനാലില് സ്കൂളില്ല, ഇല്ല ഇവിടെ സ്കൂളുകളൊന്നുമില്ല. ഇവിടെ രണ്ട് ഇവിടുത്തെ ആൾക്കാർക്കെല്ലാം ഉണ്ടാവും. നാളെ പോകുന്ന റൂട്ടിൽ ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും ദൈവമാണ്. കാരണം നാളെ നമ്മൾ കേരളത്തിലോട്ട് കിടക്കുകയാണ്. വീണ്ടും മൂന്നാർ റൂട്ടിലാണ്. മൂന്നാർ എറണാകുളം റൂട്ട്. എറണാകുളം മൂന്നാർ പറയുമ്പോൾ ദൈവം ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും. ഫ്രണ്ട്സ് ഞങ്ങളിവിടെ പോക്കാച്ചി ഉണ്ട്. എല്ലാവരും ചോദിച്ചു ദിയമോളെ എവിടെ, ദിയമോളെ എവിടെ. ഇതാ ദിയമോള് ഇതാട്ടോ. കമന്റിൽ ഉണ്ടായിരുന്നു ദേവൂന് സർപ്രൈസ് കൊടുക്കണ മാതിരി തന്നെ ദിയമോൾക്ക് സർപ്രൈസ് കൊടുക്കും. ദേവൂന് അത്ര നല്ല സർപ്രൈസ് ഒന്നും അല്ല. ദിയമോൾ ഞങ്ങളെ കൂടെ ഉണ്ടാവും. ഞങ്ങള് ഒരു കല്ലുദോശയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. കൽദോശ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തട്ടുദോശയാണ് കേട്ടോ. പക്ഷെ കോമഡി എന്താ അറിയോ, ഇവിടെ ഈ ടീ ഷോപ്പിൽ ടീ കിട്ടില്ല, ചായക്കടയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ, കടികൾ മാത്രമേ. നമ്മൾ ഇന്നലെ ഡിണ്ടിഗിൾ ബിരിയാണി വെച്ച സ്ഥലമാണ്. ഫ്രണ്ട്സ് ബ്രേക്ക്ഫാസ്റ്റ് ഇത് സാമ്പാർ അല്ല പരിപ്പ് സാമ്പാർ അങ്ങനെ ഉണ്ട്. പരിപ്പ് സാമ്പാറുണ്ട് തമിഴ്നാട്ടില്. അനുപണ്ണ ഓംലേറ്റ് വേണമാ, നല്ല സാപ്പിട് എനർജി ആയി കിട്ടും. ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഫസ്റ്റ് പോകുന്നത് ഷീപ്പ് ഫാമിലോട്ടാണെന്നാണ് ആസിക പറഞ്ഞത്. ആനയും കട്ടുപോത്തും. ബോർഡ് എന്നിട്ടുണ്ട് പൈൻ ഫോറസ്റ്റ് 2 കിലോമീറ്റർ. പൈൻ ഫോറസ്റ്റ് നിർത്താൻ പറ്റാത്ത ഇവിടെ ഫോറസ്റ്റ് ആണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. കവിളിണയിൽ കുങ്കുമമോ പരിഭവ വർണ്ണ പരാഗങ്ങളോ ലോ പാപ്പൻ സിജോ പാപ്പൻ. ഞാനാണപ്പാ എനിക്ക് ഡ്രൈവിംഗിൽ കോൺസെൻട്രേഷൻ മാറുന്നു. വേറെ ഇല്ല പാടിക്കോ കിട്ടുന്നില്ല. പൊന്നെ പൊന്നമ്പിളി നിന്നെ കാണാൻ കണ്ണായിരം കുറങ്ങച്ചാ. നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടേക്കാണ്. പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി. തണുപ്പൊന്നുമില്ല, ചൂടുമില്ല, ഊട്ടീന്റെ അത്ര തണുപ്പില്ല. അതെ നമ്മളെ നാട്ടിലൊക്കെ ഒരു ചെറിയ തണുപ്പ് കാലത്ത് തണുപ്പ് അത്രേ ഉള്ളൂ. എവിടെ വ്യൂ പോയിന്റ്? ഫ്രണ്ട്സ് നല്ല വെയിലും ഉണ്ട്, നല്ല വ്യൂ ഉണ്ട്. ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോയത്. ഇപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് നിർത്തിയതാണ് നല്ലൊരു സ്പോട്ട് കണ്ടപ്പം. അപ്പോൾ നമുക്ക് പോവാം. കുമ്പാറ ഗ്രാമണത്താണ് വെള്ളുള്ളി പൂണ്ട് ഫ്ലോട്ട് തിരിച്ചിരിക്കണോ? ആ ശരി. കള്ളി ഫ്രണ്ട്സ് അപ്പം ഞങ്ങള് ഷീപ്പ് ഫാമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ എൻട്രി ആണ് കേട്ടത്. ഞാനും ഭാവിയും ഫ്രണ്ട്സ് ആണ് കേട്ടോ. എങ്ങോട്ടാ പോണ്ടേ? ഒരു ഐഡിയ അല്ല. ഇവിടെ ഷീപ്പ് ഫാം ഉണ്ടെന്ന് പറഞ്ഞു. അതാ അവിടെ അങ്ങോട്ടാ തോന്നണേ. എല്ലാരും അങ്ങോട്ടാ പോണേ. ഷീപ്പുകളൊന്നും കാണാനില്ല. ഫാമിലല്ലേ. കൂളിംഗ് ഗ്ലാസ് ഒരു പൊങ്ങച്ചത്തിന് വെച്ചതല്ല, കണ്ണ് പിടിച്ചിട്ടാണ്. കണ്ണ് നല്ലോണം പിടിക്കുന്നുണ്ട്, തുറക്കാൻ പറ്റണില്ല. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല വെയിൽ കൊണ്ട്. അമ്മേടെ ഗ്ലാസ് പിന്നെ വെയിലെത്തുന്ന കൂളിംഗ് ഗ്ലാസ് ആവും ഗൈസ്. അതെ, കൊടൈക്കനാൽ വന്നിട്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. കാരണം ഒട്ടും തണുപ്പില്ല. നമ്മുടെ അവിടെ ഡിസംബറിലൊക്കെ ഉള്ളൊരു തണുപ്പില്ലേ, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു ബദാമോ ഒരു അമേരിക്ക നട്ട്സ് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഐസ്ക്രീം ആണോ? കൊടൈക്കനാൽ സ്പെഷ്യൽ ബദാം ഐസ്ക്രീം. നിന്റെ മീശയിലൊക്കെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരികയാണല്ലോ. അമേരിക്കൻ ഐസ്ക്രീമാണ് ദേവു കഴിക്കുന്നത്. റാബിറ്റ് ആണെന്ന് തോന്നുന്നു. കഴിഞ്ഞിട്ട് പോരും. കുറെ മാലകളുണ്ടല്ലോ.
മൊയിലുകൾ നല്ല വലിപ്പമുള്ള മൊയിലുകൾ ഇല്ലേ? ഇല്ലേ എത്ര വലിപ്പമുള്ള നമ്മുടെ നാട്ടിൽ അയ്യോ അതാ അതതിന്റെ കുഞ്ഞ് ഇത് ചെറുതാണ്. ആ പ്രസവിച്ചെടുക്കണം. 1, 2, 3, 4, 5, 6, 7, 8. ഞാൻ നോക്കുമ്പോ അതിന്റെ കണ്ണ് മാത്രം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ചെവിന്റെ ഇടയിൽ കൂടെ. അപ്പൊ ഞാനത് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ കച്ചി വാരിയിട്ട് അതായത് അതിൻ്റെ ഉള്ളിലേക്ക് തലകുത്തി തലകുത്തി കാണാതിരിക്കാനും. അവിടെ എഴുതിയിട്ടുണ്ട് റാബിറ്റിന്റെ ബ്ലഡിൽ നിന്ന് ഉണ്ടാക്കിയ ഹെയർ ഓയിൽ അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല റാവിൻ്റെ ബ്ലഡൊക്കെ ഇന്നൊക്കെ അല്ലേ കുത്തിയെടുക്കുന്നുണ്ടാവില്ലേ ഇഞ്ചക്ഷൻ വെച്ച്. റെഡ് കളർ ഇത് കണ്ടോ. അവിടെ പന്തലുകളുണ്ട് കേട്ടോ വെയിലുള്ളാക്കാം. നമുക്ക് കുറച്ചുകൊണ്ട് ഇറങ്ങാൻ താഴത്തേക്ക് പോകും. രസമുണ്ടല്ലേ? ഇവിടെ റീൽ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ പപ്പയും ദേവും കൂടെ. ഇത്രയും നല്ല സ്ഥലത്ത് വന്നിട്ട് റീൽ എടുക്കാൻ ഞാൻ വളരെ മോശമാണ്. ഒരു ഭാഗത്ത് ഫോട്ടോഷൂട്ട്, ഒരു ഭാഗത്ത് റീല്. ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ക്യാമറ പോയി. വെയിലൊക്കെ അവിടെ തണല്, ഇപ്പുറത്ത് വെയില്. നമുക്ക് മഴക്കാറൊക്കെ അത്രയും ഭാഗത്ത്. ആട് 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 ഷീപ്പ്. എല്ലാം ഓടി ഞാനോ പേടി സൈഡിലേക്ക് ഏയ് ഓയ് നോക്ക്, ഒന്നിന്റെ പുറകെ വേറെ വരുന്ന വരിയായിട്ട് വരുന്നോക്ക്. മോളെ സ്കൂളിൽ അസംബ്ലിക്ക് പോകുന്ന മാതിരി വരിയായി പന്നിക്കുട്ടികൾ പോണുണ്ടോ? മീറ്റ് മൈ ഫ്രണ്ട്സ് ചെമ്മരിയാട്. ചെമ്മരിയാടിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് കാട്ടുന്നത്. ഈ ഡ്രസ് മാച്ചോ? നിങ്ങൾ കൊടൈക്കനാലിൽ നല്ല തണുപ്പ് പ്രതീക്ഷിച്ച് ഈ സമയത്ത് വരരുത്. ആരും ഫുഡിങ് കൊണ്ടൊന്നും വരല്ലേ. അതെ, രാത്രി വേണമെങ്കിൽ ഉപകാരം. അതെ. തണുപ്പ് വേണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സീനറി ഉണ്ടാവുമെങ്കിൽ വന്നു. 3 ആട്ടിടന്മാരെ കണ്ടോ? വരൂ തലവേദനിക്കുന്നുണ്ട്. വെയിൽ കൊണ്ടിട്ടായിരിക്കും. നല്ല സുഗന്ധം. ഇറങ്ങോ കുട്ടികളെ. ഇവിടെ ഇരുന്നാണ് നമ്മൾ കഴിക്കാൻ പോണേ. ഒരു ഇടുക്കി ഹോട്ടൽ കണ്ടു. അപ്പൊ നമ്മൾ വിചാരിച്ചു അതെ കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങോട്ട് പോവേ. സമയം കറക്റ്റ് 1 മണി. കുട്ടിക്ക് എന്താ വേണ്ടേ കഴിക്കാന്? കുട്ടിക്ക് പിന്നെ കഴിക്കാനൊന്നും വേണ്ട കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ലഞ്ച് വേണ്ട. എന്തെങ്കിലും കഴിക്കാൻ പറയുമ്പോൾ മുഖത്ത് ഭയങ്കര ദേഷ്യമാണ്. അതാണ് ദേഷ്യമാണ്. അത് കുട്ടികളെ കുറച്ച് വിശപ്പറിയണം. വിശപ്പ് അത് കുറച്ച് വളത്തിൻ്റെ സ്മെല്ലാവും തോന്നുന്നു ഇവിടെ. ശരിയാ. ചേച്ചി എന്താ വേണ്ട മോനെ വെച്ചു. അപ്പൊ ഇടിക്കുകയാണ്. ഈച്ചുണ്ട് അവിടെ ഈച്ചല്ലുണ്ട്. അവിടെ പോയിരുന്നു കഴിച്ചു. സാധാ നാടൻ ഊണാണ്. അതെന്താ പുറകിൽ ഉണക്കാട്ടെ? വെളുത്തുള്ളി ആണോ? ഇവിടെ വെളുത്തുള്ളി കൃഷി ഉണ്ട് കേട്ടോ. ഇവരോട് ചോദിച്ചു. ഫ്രണ്ട്സ് ഫുഡ് കഴിക്കണം. നല്ല നാടൻ ഫുഡ് കഴിക്കണം. മലയാളി കുറച്ച് ഈച്ചുണ്ടോ? ആട്ടിയാട്ടി തിന്നണം. വേണ്ട മോര് വെച്ച്. സാധാ നല്ല ചോറ്. അതാണേ. അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ തിന്ന് കഴിഞ്ഞു. ഓക്കെ ഞങ്ങൾ തിന്നു കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ടാ പോണേ? ആയിട്ടുണ്ടോ? എങ്ങോട്ടോ പോണ്ട്. പാർക്ക് കാസർഗോഡ്, 7 കണ്ണൂർ. എനക്കും അറിയില്ല. KL 14 വരെ എനിക്കറിയൂ. KL 10 ഏതാ അമ്മ? അറിയില്ല. കണ്ണൂര്. KL 11. 11 KL 1. ഓക്കെ KL 2. എൻ്റെ അമ്മായിമ്മേൻ്റെ വീട്ടില്. കൂക്കൽ 8 കിലോമീറ്റർ. കൂക്കല് പോവാം. കുക്കല് പോയി കൂക്കിയിട്ട് വരാം. അടുത്ത് കൂക്കിയിട്ട് വരാം. അവിടെ പോയിട്ട് പോണ വഴി നല്ല രസമാണ് അല്ലേ? കുറച്ചും കൂടി ഡിഫറെന്റ്.
എല്ലാവരും കാത്തിരുന്ന കൂക്കൽ ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ലേക്ക് ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഭക്ഷണശാല എഴുതി വെച്ച് കണ്ടാൽ തന്നെ അറിയാം. കൂക്കൽ ലേക്ക് ഫ്രണ്ട്സ്, ഞങ്ങൾ കൂക്കൽ ലേക്കിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കൂക്കൽ ലേക്ക്. ഇതൊക്കെ തന്നെ കേട്ടോ ഇവിടെ കാണാനുള്ളൂ. കൊടൈക്കനാൽ വന്നാൽ ക്ലൈമറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, വേറെ ഒന്നുമില്ല. തണുപ്പുണ്ട്, എന്നാലും ചൂടില്ല. ഞങ്ങളേ ഇവിടെ വന്നപ്പോഴൊന്ന് റേഞ്ച് കിട്ടിയത്. ഇത്രയും നേരം ഞങ്ങൾക്ക് റേഞ്ച് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളെടുത്ത ഫോട്ടോസ് സ്റ്റാറ്റസ് ഉണ്ടല്ലോ. മെയിനായിട്ട് അതിനാണ് വന്നത് ട്രിപ്പില്. ഇതൊരു അമ്പലക്കുളമാണ് കേട്ടോ. നമ്മളെ ഇവിടെ ഒന്ന് കൂക്ക് കിട്ടോ. അമ്പലക്കുളല്ലേ? കൂക്ക് കൂക്ക് ആ കൂക്ക്. ആ കൂക്കലേക്കാണ് ഇവിടെ കൂക്കണം. കൂക്ക് ഇങ്ങനെ കേട്ടോ. കൂക്ക് ആ വെള്ളത്തേക്ക് നോക്കി കൂക്കണം, അപ്പോഴേ തിരിച്ചു വരുള്ളൂ. അതല്ലേ ഇതിന് പ്രത്യേകത. കണ്ടോ വന്നില്ലേ, തിരിച്ചു വന്നില്ലേ. പഴയ പൂമ്പാറ സ്കൂളല്ലേ? പുതിയ പൂമ്പാറ സ്കൂൾ കാണിച്ചു തരാം. അവിടെ കളിക്കണൊക്കെ തൊട്ടാപ്പാടെ ഉള്ളാകെ ഭോലി ഭാലി കയ്യാകെ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. ഇതൊരു ചെറിയൊരു ടൗണാണ് കേട്ടോ. ഒരു പൂമ്പാറ ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ. ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡാണോന്ന് അറിയില്ല. ഒരു പുറത്ത് വീട്, ഒരു ടൗണ് പോലെ. അടിപൊളി ചായ എന്നാ പറഞ്ഞത്. പോയി നോക്കാം. ഈ ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ കിലോമീറ്ററുകളാണ്. ഇറക്കാന്നോ, കുത്തനെ ഇറക്കാന്നോ? അഞ്ച് ചായ ഒരു ഓംലെറ്റ്. അപ്പൊ നമ്മൾ ഈ ഗ്രാമത്തിൽ നിന്ന് പോവാണ് കേട്ടോ. ചായ കുടിച്ചിട്ട് നമ്മളെ റൂമിലേക്കാണ് പോണത്. ഞാൻ ഈ റൂമിൽ ചെന്നിട്ട് നമ്മളെ ബോട്ട് ഹൗസിലോട്ട് ഇറങ്ങി. നമ്മള് ക്ലച്ച് കരിഞ്ഞ് മണം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് നോക്കിയപ്പോ ഫ്രണ്ട് കൂടെ ഒക്കെ പുക വരുന്ന. അപ്പൊ എല്ലാരും ഇറങ്ങി നിക്കാണ് ഗൈസ്, പുക പോവാൻ വേണ്ടിട്ട്. അമ്മക്ക് പെരും പേടി. അമ്മ എല്ലാം ചാടി ഇറങ്ങി. ഞാൻ നോക്കിക്കൊണ്ട് ഓടുന്ന വണ്ടിയൊക്കെ കൊണ്ട് നമ്മള് ചാടി ഇറങ്ങണേ. ക്ലച്ച് ഡിസ്ക് ഒന്ന് താങ്ങി നിർത്തി, ഒന്ന് പതുക്കെ ഒന്ന് കരിഞ്ഞില്ലേ. അപ്പൊ ഒന്നൊരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് ട്രാഫിക് ബ്ലോക്ക് ആയി. അതെ, ആ ട്രാഫിക് ബ്ലോക്കിൽ നമുക്ക് ഞങ്ങളൊന്ന് ക്ലച്ച് താങ്ങി. ഞങ്ങൾ തിരിച്ചു പോവാണ്. വീണ്ടും യാത്ര തുടരുകയാണ്. അതിന്റെ ഹാങ് ഓവർ മാറാതെ ദേവൂന് കുറച്ച് ഗോൾഡ് ഒരു പേടിക്കാൻ എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയിട്ടുള്ള സംഭവം ഒരു കണ്ടിട്ടില്ല. ഞാൻ പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് ഇടത് ഭാഗത്തേക്കും വലതു ഭാഗത്തേക്കും ഒരേപോലെ പുക ഇങ്ങനെ വരികയാണ്. ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇറങ്ങാൻ വന്നത്. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്താ നിങ്ങളൊന്നും പറയണ്ട. നിങ്ങള് കൊടൈക്കനാൽ മൊത്തം കണ്ടു അറിയാം. കൊടൈക്കനാൽ കണ്ടു, ഊട്ടി കണ്ടു. ഈ പാട്ടാണ് പാടിയ. ഈ പാട്ട് പാടിയ കണ്ടു മലനിരാറിന പാട്ടാണ് പാടി കൊടുത്തല്ലേ. കണ്ടു താഴ്വര. ഫ്രണ്ട്സ്, ഫുൾ കച്ചറയാണ് ഇവിടെ, ഫുൾ കച്ചറ. ഞങ്ങള് മാത്രമാണ് ഇവിടെ ആസ്വദിക്കണത്. ഓരോ എൻജോയ്മെന്റ് ഇല്ല എന്ന് പറയണത്. അപ്പം അവർക്ക് വേണ്ടി ഞങ്ങള് 3 ട്രിപ്പ് 2 ദിവസം എന്നുള്ളത് ഒറ്റ ദിവസമായിട്ട് വെട്ടി കുറച്ച്. 2ാമത്തെ ദിവസം ഞങ്ങൾ വണ്ടർലാക്കിയിരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് 1-2 സ്ഥലത്തേക്കൊക്കെ പോയി വന്ന് റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പൊ അതാ ഇന്നലത്തെ അതേമാതിരി തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ് ഗൈസ്. എന്നിട്ട് ഫുഡ് കഴിക്കണം, തിരിച്ചു വരണം. ലേക്കിന്റെ ഭാഗത്തൊന്നും പോയിട്ടില്ല. അതാണ് ഇവിടുത്തെ ഊട്ടി. ലേക്ക് 5:30 അടയ്ക്കും ചെയ്തു അല്ലേ? 5:30 അടയ്ക്കും. ലേക്കല്ല, അതിന് ബോട്ട് ഹൗസ് നടക്കാം. പോയൊക്കെ എന്തായാലും വാ, സമയമുണ്ടല്ലോ. സ്മോൾ ഷോപ്പിംഗ് ഫ്രം കൊടൈക്കനാൽ. നാളെ നമ്മൾ രാവിലെ കൊടൈക്കനാൽ വിട്ടു. കൊടൈക്കനാൽ വന്നിട്ട് മഞ്ഞുമൽ ബോയ്സ് ഒരു പാട്ട് ഇട്ടിട്ടില്ല. ഇല്ലല്ലേ? ഇല്ല, ബാക്കി എല്ലാം ഇട്ടു. ഇതാ ഗൈസ്, ഇവിടെ കുറെ ഹൊറർ ഹൗസ്, ഫൺ സർക്കിൾ, അങ്ങനെ പല 70 സിനിമ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. അടിപൊളി. നമ്മൾ കണ്ടപ്പോ കയറേണ്ടി വരും ഗൈസ്. മാഗീന്റെ പാക്കറ്റ് ഒക്കെ കുറെ വെച്ചിട്ടുണ്ട് ഗൈസ്. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് സ്ട്രീറ്റ് മാഗീസ്. എനിക്ക് ഞാൻ സ്വന്തം ആണോ?
എനിക്ക് മാഗി ഇഷ്ടമാണോ? മാഗി സാധനം ഇഷ്ടമാണ്. ഇഷ്ടപ്പെടും. ഫ്രണ്ട്സ് ബ്രെഡ് ഓംപ്ലേറ്റ് വന്നു. അപ്പം ചൂടുണ്ട് ഗൈസ്. സ്പൂണ് തന്നില്ല. അതെ സ്പൂൺ തന്നില്ല, നമ്മളെ കൈ കൊണ്ടാണ് കഴിക്കേണ്ടത്. ഇവിടെ നിന്ന് സ്പൂൺ കിട്ടും. സാധാരണ എല്ലായിടത്തും സ്പൂൺ കിട്ടും, പക്ഷെ ഇവിടെ നമുക്ക് സ്പൂൺ കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ കഴിച്ചു. ബ്രെഡ് ഓംപ്ലേറ്റ് അല്ല, ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ കഴിച്ച് ഇപ്പൊ ദാ ക്യാഷ് കൊടുക്കാൻ കുടുങ്ങിയിരിക്കുകയാണ്. സോ ഹോട്ട്സ്പോട്ടൊക്കെ അതെ നെറ്റ്വർക്ക് ഇവിടെ ഇല്ല. മൊത്തത്തിൽ സ്ലോ ആണ് ഗൈസ് ഇവിടെ നെറ്റ്വർക്ക്. എവിടേക്കോ ഒരു തുള്ളി കിട്ടിയാലായി. അപ്പൊ നമ്മള് ആ ഒരു സ്പോട്ടിൽ പുള്ളിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. ഇന്നത്തെ കോട്ട തീർന്നു. ഇന്നത്തെ കോട്ട തീർന്നോ? ഇന്നത്തെ കോട്ട തീർന്നു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഞാൻ കഴിക്കും. അത് കൊടൈക്കനാൽ തെരുവിലൂടെ ഞങ്ങൾ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അലഞ്ഞിറങ്ങി ഞങ്ങൾ അതെ തട്ടുകടയുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ തട്ടുകടയ്ക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ അവിടെ അങ്ങോട്ട് വിളിച്ചോണ്ടു നോക്കാതെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറാൻ വേണ്ടി തള്ളാണ്. അപ്പൊ ഞങ്ങൾ തൽക്കാലം ഒന്ന് ചായ ഇവര് മാഗിയും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഫൈനായിട്ട് 3 ബൂസ്റ്റ് വേണം. ഫ്രണ്ട്സ് ഞാനൊന്നും കഴിച്ചില്ല, എനിക്ക് വിശപ്പില്ലായിരുന്നു. പ്രിൻസി ആൻറ്റി ഇതാ കോട്ടാവി വിടുന്നു ഗൈസ്. ഫുഡ് കഴിച്ചിരിക്കുകയാണ്. ഞാൻ കഴിച്ചില്ല ഗൈസ്, എനിക്ക് വിശക്കണില്ല. കാരണം ഞാൻ നൂഡിൽസും എഗ് ഓംപ്ലേറ്റും കഴിച്ചിട്ട് എനിക്ക് എന്താ അറിയില്ല, വയറ് ശ്വാസം പോലും വിടാൻ പറ്റില്ല. കാരണം ഞാൻ ഇവിടെ നിന്ന് കഴിച്ചിട്ടില്ല, എനിക്ക് വിശപ്പില്ല. ഫ്രണ്ട്സ് അപ്പം ഞങ്ങള് റൂമിലെത്തി. ഇടയ്ക്കൊന്ന് പേടിച്ചു അല്ലേ? വണ്ടി ഒന്ന് പണി തന്നു. അതെ, വണ്ടിയിലൂടെ പുകയും തീയൊക്കെ വന്നു. നാളെ നമ്മൾ കേരളത്തിലേക്ക് തിരിക്കുകയാണ്. അപ്പം കേരളത്തിലേക്ക് തിരിക്കും തോറും എനിക്ക് ടെൻഷൻ. കേരളത്തിലേക്ക് എത്തുമ്പോൾ ഒരു ടെൻഷനാണ് ഗൈസ്. സോ നമുക്ക് നോക്കാം, നാളത്തെ വ്ലോഗിൽ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ അയ്യോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ ബൈ.